നമസ്കാരം ഫ്രണ്ട്സ്, ഈ വീഡിയോ ശരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. നമ്മൾ സാധാരണയായി സംസാരിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഈസ്, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി നമുക്ക് വിശദമായി ഈസ്, ആർ, ഹാസ്, ഹാവ്, ഡു, ഡസ് ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈസ്, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ് ഈ ഓക്സിലറി വെർബ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്കാദ്യം ഈസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഈസ് അല്ലെങ്കിൽ ആർ. നമുക്കാദ്യം ഈസിൻ്റെ ഉപയോഗം മനസ്സിലാക്കാം. ഇമാജിൻ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്, നിങ്ങളുടെ ബ്രദറിനെ, സഹോദരനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ഹീ ഈസ് മൈ ബ്രദർ. എങ്ങനെ പറയാം? ഹീ നമുക്കറിയാമല്ലേ, അവൻ. ഈസ് ആകുന്നു, ബ്രദർ സഹോദരൻ, അവൻ എൻ്റെ സഹോദരനാണ്. ഹീസ് മൈ ബ്രദർ. അവൻ എൻ്റെ സഹോദരനാണ്, അതെൻ്റെ സഹോദരനാണ്. ഇനി വേറെ നോക്കാം. ഇതെൻ്റെ മകനാണ്. എങ്ങനെ പറയാം? ഇത്, ദിസ്. ഈസ് ആകുന്നു, സൺ മകൻ അല്ലേ? അപ്പം എങ്ങനെ പറയാം? ദിസ് ഈസ് മൈ സൺ. ഇതെൻ്റെ മകനാണ്. അങ്ങനെയെങ്കിൽ ഇതെൻ്റെ മകളാണ് എന്നെങ്ങനെ പറയാം? ദിസ് ഈസ് മൈ ഡോട്ടർ. ദിസ് ഈസ് മൈ ഡോട്ടർ. വേറെ നോക്കാം. അവനൊരു ഡാൻസറാണ്. അവനൊരു നർത്തകനാണ്. അവനൊരു നർത്തകനാണ് എന്നെങ്ങനെ പറയാം? ഹീ ഈസ് എ ഡാൻസർ. ഹീ ഈസ് എ ഡാൻസർ. അവനൊരു നർത്തകനാണ്. ഹീ ഈസ് എ ഡാൻസർ. ഇതിന് നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം? ഹീ ഈസ് എ ഡാൻസർ. ഇതിനെ ചോദ്യമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ഓക്സിലറി വെർബായിട്ടുള്ള ഈസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതിയാൽ മതി. ഹീ ഈസ് എ ഡാൻസർ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം? ഈസ് ഹീ എ ഡാൻസർ. ഈസ് ഹീ എ ഡാൻസർ. അവനൊരു ഡാൻസറാണോ? അപ്പോൾ നമുക്ക് ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, അവൾ എൻ്റെ ടീച്ചറാണ്, അവനൊരു നേഴ്സാണ്, അവൾ ഒരു ഡോക്ടറാണ് എന്നൊക്കെ ആണ്, ആകുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാം. നമുക്കിനി കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം. ഹി ഈസ് മാരിഡ്. അവൻ വിവാഹിതനാണ്. അപ്പോൾ അവൻ വിവാഹിതനാണോ എന്നെങ്ങനെ ചോദിക്കാം? ഇതിലെ ഓക്സിലറി വെർബായിട്ടുള്ള ഈസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതണം അല്ലേ? ഈസ് മാരീഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ഈസ് എടുത്തിട്ട് ആദ്യം എഴുതുക. ഈസ് ഹി മാരീഡ്. അവൻ വിവാഹിതനാണോ? അടുത്തത്, ഷീ ഈസ് എ ടീച്ചർ. അവളൊരു ടീച്ചറാണ്. അവളൊരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ. അതിനെ നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം? ഈസ് എടുത്ത് ആദ്യം എഴുതണം അല്ലേ? ഈസ് ഷീ എ ടീച്ചർ. അവളൊരു ടീച്ചറാണോ? വേറൊരു ഉദാഹരണം നോക്കാം. ദേ ആർ മൈ ഫ്രണ്ട്സ്. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ദേ ആർ മൈ ഫ്രണ്ട്സ് അല്ലേ? വേറെ നോക്കാം. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എ പോലീസ് സ്റ്റേഷൻ ഈസ് ദേർ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, എങ്ങനെ പറയണം? ദർ ഇസ് എ പോലീസ് സ്റ്റേഷൻ. അങ്ങനെയെങ്കിൽ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? ദർ ഇസ് എ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ദർ ഇസ് എ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ആരോ ഉണ്ട് എന്നെങ്ങനെ പറയാം? അവിടെ ആരോ ഉണ്ട് എന്നെങ്ങനെ പറയാം? ദർ ഇസ് സംബഡി. ദർ ഇസ് സംബഡി. അവിടെ ആരോ ഉണ്ട്. അങ്ങനെയെങ്കിൽ പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നെങ്ങനെ പറയാം? ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്. നമ്മൾ എന്താ ചെയ്തത്? ഈസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ചോദ്യം കിട്ടി. അപ്പം എങ്ങനെ പറയാം? പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇനി പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നെങ്ങനെ പറയാം? ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്. ഈസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ്. വേറെ നോക്കാം. അവനൊരു ഡോക്ടറാണ് എന്നെങ്ങനെ പറയാം? ഈസ് എ ഡോക്ടർ. അവനൊരു ഡോക്ടറാണ്. ഈസ് എ ഡോക്ടർ. ഇനി അവനൊരു ഡോക്ടർ ആണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ഹി എ ഡോക്ടർ. ഈസ് ഹി എ ഡോക്ടർ. അവനൊരു ഡോക്ടറാണോ? അവൾ റിട്ടയർഡായി. വേറൊരു സെൻറ്റൻസ് ആണല്ലേ. അവൾ റിട്ടയർഡായി എന്നെങ്ങനെ പറയാം? ഷീസ് റിട്ടയർഡ്. ഷീസ് റിട്ടയർഡ്. അവൾ റിട്ടയർഡായി. അവൾ വിരമിച്ചു. ഇനി അവൾ വിരമിച്ചോ എന്നെങ്ങനെ ചോദിക്കാം? എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? ഈസ് എടുത്തിട്ട് ആദ്യം എഴുതണം അല്ലേ. ഈസ് ഷീ റിട്ടയർഡ്. ഈസ് ഷീ റിട്ടയർഡ്. യെസ്. അപ്പോൾ ഷീസ് റിട്ടയർഡ് എന്നുള്ളതിൻ്റെ ചോദ്യം എന്താണ്? ഈസ് ഷീ റിട്ടയർഡ്. ഈസ് ഷീ റിട്ടയർഡ്. അവൾ വിരമിച്ചു. വേറെ നോക്കാം. അവൾ ഒരു നേഴ്സാണ്. അവൾ ഒരു നേഴ്സാണ് എന്നെങ്ങനെ പറയാം? ഷീസ് എ നേഴ്സ്. ഇനി അവൾ ഒരു നേഴ്സാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ഷീ എ നേഴ്സ്. ഈസ് ഷീ എ നേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു? ഈസ് എടുത്തിട്ട് സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ എഴുതുമ്പോൾ നമുക്കത് ചോദ്യമാക്കാം അല്ലേ. ഈസ് ഷീ എ നേഴ്സ്. അവളൊരു നേഴ്സാണോ? ആണെങ്കിൽ എന്താ പറയും? യെസ് ഷീസ് എ നേഴ്സ്. അല്ലെങ്കിലോ നോ ഷീസ് നോട്ട് എ നേഴ്സ്, ഷീസ് എ ടീച്ചർ. വേറെ നോക്കാം. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹീസ് സ്ലീപ്പിംഗ്. ഹീസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ഹി സ്ലീപ്പിംഗ്. ഈസ് ഹി സ്ലീപ്പിംഗ്. വേറെ നോക്കാം. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ദ ചൈൽഡ് ഈസ് പ്ലേയിങ്. ദ ചൈൽഡ് ഈസ് പ്ലേയിങ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം? ചൈൽഡ് എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ്? പ്ലൂരൽ ചിൽഡ്രൻ അല്ലേ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. അല്ലാണ്ട് ദ ചൈൽഡ് ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. ദ ചൈൽഡ് ഈസ് പ്ലേയിങ്. അപ്പോൾ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഇനി അവർ ടയർഡാണ്. അവർ ക്ഷീണിതരാണ് എന്നെങ്ങനെ പറയാം? ദേ ആർ ടയർഡ്. ദേ ആർ ടയർഡ്. ഇനി അവർ ക്ഷീണിതരാണോ എന്നെങ്ങനെ ചോദിക്കാം? ആർ ദേ ടയർഡ്. ആർ ദേ ടയർഡ്. ആർ ദേ ടയർഡ്. അവർ ക്ഷീണിതരാണോ? അപ്പോൾ എന്ത് ആൻസർ വരും? യെസ് ദേ ആർ ടയർഡ്. അല്ലെങ്കിലോ നോ ദേ ആർ നോട്ട് ടയർഡ്. ദേ ആർ നോട്ട് ടയർഡ്. അവർ ക്ഷീണിതരല്ല. അവർ ക്ഷീണിതരല്ല. അവൻ ഉറങ്ങുകയാണ് എന്നെങ്ങനെ പറയാം? ഹീസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ഹി സ്ലീപ്പിംഗ്. ഇനി അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഉറങ്ങുകയാണോ എന്നെങ്ങനെ പറയാം? ഷീ ഈസ് സ്ലീപ്പിംഗ്. ഇനി അവൾ ഉറങ്ങുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ഷീ സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയാണോ? ഈസ് ഷീ സ്ലീപ്പിംഗ്. അങ്ങനെയെങ്കിൽ അവർ ഉറങ്ങുകയാണ്, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നെങ്ങനെ പറയാം? ദേ ആർ സ്ലീപ്പിംഗ്. ദേ ആർ സ്ലീപ്പിംഗ്. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഉറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താണ്? ആർ ദേ സ്ലീപ്പിംഗ്. ആർ ദേ സ്ലീപ്പിംഗ്. അവർ ഉറങ്ങുകയാണോ? ആർ ദേ സ്ലീപ്പിംഗ്. അവർ ഉറങ്ങുകയാണോ? അപ്പോൾ നമ്മൾ ഈസ് ഉപയോഗിച്ചും അതുപോലെ ആർ ഉപയോഗിച്ചും കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡു അതുപോലെ ഡസ് ഇവയുടെ ഉപയോഗം നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ ഡു അല്ലെങ്കിൽ ഡസ് ഇവയൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു ഹാബിച്വൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ, ടു ഷോ സംതിങ് ദാറ്റ് ഹാപ്പൻസ് റെഗുലർലി, റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലോ ടു എക്സ്പ്രസ് എ ഫാക്ട്, ഒരു വാസ്തവം, ഒരു സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലോ ടു എക്സ്പ്രസ്
എ യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു പ്രപഞ്ച സത്യം, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണത്? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, അതായത് സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ വേർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. രണ്ടാമത്തെ റൂൾ ഏതാണ്? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ, ബഹുവചനമാകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വേർബിൻ്റെ കൂടെ ക്രിയയുടെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സിംഗുലർ എന്ന് പറയുമ്പോൾ ഏതാണ് സിംഗുലർ? സബ്ജക്റ്റ് ഒന്ന് മാത്രമുള്ളപ്പോൾ അല്ലേ? ഹി, ഷീ, ഇറ്റ്, ഡോക്ടർ, നഴ്സ്, ടീച്ചർ, ഇവയൊക്കെയാണ് സിംഗുലേഴ്സ് അല്ലേ? അങ്ങനെയെങ്കിൽ ഏതാണ് പ്ലൂറൽ? ദേ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഇവയൊക്കെയാണ് നമ്മൾ പ്ലൂറലായിട്ട്, അതായത് ബഹുവചനമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലേ, ഒന്നിൽ കൂടുതൽ എണ്ണമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഹുവചനത്തിൻ്റെ കൂടെ നമ്മൾ ഐ, യു ഇവയും നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറലിൻ്റെ കൂടെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ ഐ നോക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഐ ആൻഡ് യു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിൽ ഏതൊക്കെ വരുക? ഐ, യു, വി, ദേ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഇവയൊക്കെയാണ് പ്ലൂറലായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, നമ്മളിവിടെ റൈസിൻ്റെ കൂടെ എസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? റൈസ് പ്ലസ് എസ്, റൈസസ്. എന്തുകൊണ്ടാണ് നമ്മൾ റൈസസ് എന്ന് ഉപയോഗിച്ചത്? ദ സൺ എന്നുള്ളത് സിംഗുലർ ആണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ റൈസിൻ്റെ കൂടെ എസ് കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെ പറയാം? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. വേറെ നോക്കാം. എന്നാൽ ഇതിൻ്റെ ചോദ്യം എന്താണ്? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നല്ലേ? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു. എന്നാൽ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം. വേർ ഡസ് ദ സൺ റൈസ്? വേർ ഡസ് ദ സൺ റൈസ്? എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? അല്ലാതെ വേർ ദ സൺ റൈസസ് എന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ ചോദിക്കണം? വേർ ഡസ് ദ സൺ റൈസ്? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? അപ്പോൾ ഇവിടെ ദ സൺ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ റൈസ് എന്ന വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നെങ്ങനെ പറയാം? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇനി വേറെ നോക്കാം. അവൾക്ക് മാംഗോ ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം? ഷീ ലൈക്സ് മാംഗോ. എന്തുകൊണ്ട് ഷീ ലൈക്ക് മാംഗോ എന്ന് പറഞ്ഞില്ല? വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ്? ഷീ എന്നുള്ളത് സിംഗുലർ ആണല്ലേ, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷീ വരുന്നത് കൊണ്ട് നമ്മൾ ലൈക്കിൻ്റെ കൂടെ LIKE എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? യെസ്. ES വേണ്ട അല്ലേ? എന്തുകൊണ്ട്? ഇ ഓൾറെഡി എവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ലൈക്സ് മാംഗോ. ഷീ ലൈക്സ് മാംഗോ. അങ്ങനെയെങ്കിൽ അവൾക്ക് മാംഗോ ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം? ഡസ് ഷീ ലൈക്ക് മാംഗോ? ഡസ് ഷീ ലൈക്ക് മാംഗോ? അവൾക്ക് മാംഗോ ഇഷ്ടമാണോ? ഇവിടെ നമുക്ക് ലൈക്സ് എന്നുള്ളത് ഡസ് പ്ലസ് ലൈക്ക് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അവൾക്ക് മാംഗോ ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം? ഡസ് ഷീ ലൈക്ക് മാംഗോ. ചിലപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? യെസ്, ഷീ ലൈക്സ് മാംഗോ. അതെ, അവൾക്ക് മാംഗോ ഇഷ്ടമാണ്. ഇനി മാംഗോ ഇഷ്ടമല്ലെങ്കിലോ? നോ, ഷീ ഡസ് നോട്ട് ലൈക്ക് മാംഗോ. ഷീ ഡസ് നോട്ട് ലൈക്ക് മാംഗോ. അവൾക്ക് മാംഗോ ഇഷ്ടമല്ല. അല്ലാതെ ഷീ ഡു നോട്ട് ലൈക്ക് മാംഗോ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയണം? ഷീ ഡസ് നോട്ട് ലൈക്ക് മാംഗോ. അവൾക്ക് മാംഗോ ഇഷ്ടമല്ല. വേറെ ഒന്ന് നോക്കാം. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അത് അവരുടെ സ്വഭാവമാണ്. അവർ ഡെയിലി ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയാമോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥമുണ്ടല്ലേ. പക്ഷെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്നർത്ഥമില്ല അല്ലേ. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? ദേ പ്ലേ ക്രിക്കറ്റ്. ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാൻ പാടുണ്ടോ? നോ. അപ്പോൾ എങ്ങനെ പറയണം? ഡു ദേ പ്ലേ ക്രിക്കറ്റ്. ഡു ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ഉണ്ടെങ്കിൽ യെസ്. യെസ് ദേ പ്ലേ ക്രിക്കറ്റ്. യെസ് അവർ ക്രിക്കറ്റ് കളിക്കും. അല്ലെങ്കിലോ നോ ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഇല്ല അവർ ക്രിക്കറ്റ് കളിക്കാറില്ല. ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറില്ല. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഡു ഉപയോഗിച്ചത്? ദേ എന്നുള്ളത് പ്ലൂറൽ ആണല്ലേ. ദേ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിക്കാത്തത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തുപയോഗിക്കണം? ദേയിൻ്റെ കൂടെ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. വൈ? ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ പറയണം നമ്മൾ? ഡു ദേ പ്ലേ ക്രിക്കറ്റ്. നമ്മൾ ഒരിക്കലും ഡു ദേ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയാൻ പാടില്ല. ഡു ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് തന്നെ പറയണം. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? കൂടാതെ ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും അല്ലേ. എന്നാൽ ദേ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമോ? ഇല്ല. വൈ? ദേ പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലേസ് എന്ന് പറയില്ല. അപ്പോൾ എങ്ങനെ പറയണം? ദേ പ്ലേ ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? പ്ലേ എന്നുള്ളത് ഡു പ്ലസ് പ്ലേ പ്ലേ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വേറെ നോക്കാം. അവൾ എന്നും 6 മണിക്ക് ഉണരാറുണ്ട്. ഇത് അവളുടെ സ്വഭാവമാണല്ലേ. ഇത് ഡെയിലി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പറയണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയണം അല്ലേ. ഉണരുക എന്നെങ്ങനെ പറയാം? വേക്കപ്പ്. എല്ലാ ദിവസവും എവരിഡേ. അപ്പോൾ അവൾ എന്നും എല്ലാ ദിവസവും 6 മണിക്ക് ഉണരാറുണ്ട് എന്നെങ്ങനെ പറയാം? ഷീ വേക്സ് അപ്പ് അറ്റ് 6 AM every day. ഷീ വേക്സ് അപ്പ് അറ്റ് 6 AM every day. അവൾ എല്ലാ ദിവസവും 6 മണിക്ക് ഉണരാറുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് വേക്സ് അപ്പ് എന്ന് പറഞ്ഞത്? നമ്മൾ എന്തിനാണ് വേക്സ് അപ്പ് എന്ന് ഉപയോഗിച്ചത്? ഷീ വേക്ക് അപ്പ് അറ്റ് 6 AM every day എന്ന് ഉപയോഗിച്ചാൽ പോരാ. വൈ? ഷീ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തുപയോഗിക്കണം? എന്ത് ചെയ്യണം? വേർബിൻ്റെ കൂടെ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യണം. അപ്പോൾ വേക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വേക്ക് WAKE അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? എസ് ഓർ ഇഎസ്? യെസ്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ വേക്സ് അപ്പ്. ഷീ വേക്സ് അപ്പ് അറ്റ് 6 AM every day. അവൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കി നോക്കാം? ഷീ വേക്സ് അപ്പ് അറ്റ് 6 AM every day. ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ഇതിൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? അവൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയായിരിക്കും? അവൾ സാധാരണയായിട്ട് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അത് നമുക്ക് എങ്ങനെ പറയാം? വെൻ വിൽ ഷീ വേക്ക് അപ്പ് ഡെയിലി? വെൻ വിൽ ഷീ വേക്ക് അപ്പ് ഡെയിലി എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ. വിൽ എവിടെയാണ് വരുന്നത്? ഫ്യൂച്ചറിലാണ് അല്ലേ. ഫ്യൂച്ചർ ടെൻസിലാണ് വരുന്നത്. അപ്പോൾ അവൾ നാളെ അല്ലെങ്കിൽ ഇനി വൈകുന്നേരം, അവൾ നാളെ എപ്പോൾ എഴുന്നേൽക്കും എന്നല്ല ചോദിക്കുന്നത് അല്ലേ. സാധാരണയായിട്ട് ഡെയിലി എപ്പോഴാണ് അല്ലെ റെഗുലർ ആയിട്ട് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാൻ പാടില്ല? വെൻ വിൽ ഷീ വേക്ക് അപ്പ് ഡെയിലി എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ചോദിക്കണം? വെൻ ഡസ് ഷീ വേക്ക് അപ്പ് ഡെയിലി. അപ്പോൾ എങ്ങനെ പറയണം? വെൻ ഡസ് ഷീ വേക്ക് അപ്പ് ഡെയിലി എന്ന് ചോദിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവൾ ദിവസവും എപ്പോൾ ഉണരും എന്നാണ്. അല്ലാതെ നാളെ എപ്പോൾ ഉണരും എന്നുള്ളതല്ല. നാളെ എപ്പോൾ ഉണരും എന്നല്ല. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എപ്പോൾ എന്നല്ല. ഇനി വരാൻ പോകുന്ന സമയത്ത് എപ്പോൾ എന്നല്ല. ഡെയിലി, ദിവസവും, സാധാരണയായിട്ട് എപ്പോൾ എഴുന്നേൽക്കുമെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാൻ പാടില്ല? വെൻ വിൽ ഷീ ഗെറ്റ് അപ്പ് ഡെയിലി എന്ന് ചോദിക്കാൻ പാടില്ല. എങ്ങനെ ചോദിക്കണം? വെൻ ഡസ് ഷീ ഗെറ്റ് അപ്പ് ഡെയിലി എന്ന് ചോദിക്കണം. അവൾ എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്? ഇനി നമുക്ക് വേറെ നോക്കാം.
നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇത് ചോദ്യമാണോ? അല്ല അല്ലേ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നുള്ളത് ചോദ്യമാണ്. എന്നാൽ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് ചോദ്യമാണോ? അല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അല്ലേ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡു ഉപയോഗിച്ചത്? യു സബ്ജക്റ്റായി വന്നതുകൊണ്ടാണല്ലേ. നീ, നിങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ, യു, വി അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോഴൊക്കെ നമ്മൾ വേർബിൻ്റെ കൂടെ യെസ് ഓർ ഇഎസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ പാടില്ല? ഡസ് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഡു യു സ്പീക്സ് ഇംഗ്ലീഷ് എന്നും പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് തന്നെ ചോദിക്കണം. അപ്പോൾ എന്താണ് അർത്ഥം? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അല്ലെങ്കിലോ നോ ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് വേറെ നോക്കാം. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു ഹി സ്പീക്ക് ഇംഗ്ലീഷ്? നോ. എന്തുകൊണ്ട്? ഹി സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? ഡൂവിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ ഡൂവിൻ്റെ കൂടെ ഏത് വേണം? ഇ എസ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ പറയാം? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്. അല്ലാണ്ട് ഡസ് ഹി സ്പീക്സ് ഇംഗ്ലീഷ് പറയാൻ പാടില്ല. എങ്ങനെ പറയണം? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്. എന്തുകൊണ്ട്? ഡസിൽ തന്നെ എസ് ഉണ്ടല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ സ്പീക്കിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയണം? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? ഒന്നെങ്കിൽ യെസ് ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിലോ നോ ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അങ്ങനെയെങ്കിൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അല്ലേ, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? എന്തായിരിക്കും ആൻസർ വരിക? യെസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഒന്നെങ്കിൽ എന്താ ആൻസർ ആയിരിക്കും വരിക? യെസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിലോ ഇല്ല, അവൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. നോ ഷീ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെയെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? അവർ, ദേ, അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ. ദേ എന്നുള്ളത് പ്ലൂറൽ ആണല്ലേ. അപ്പോൾ നമ്മൾ ഡസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പറയണം, ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ? എന്തായിരിക്കും ആൻസർ വരിക? ഒന്നെങ്കിൽ എന്ത് പറയും? യെസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അതെ, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, അവർ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിലോ നോ ദേ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇല്ല, അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഇല്ല, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ഇനി അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഡോണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? ഡോണ്ട് ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി വേറെ നോക്കാം. അവന് നിന്റെ സഹായം ആവശ്യമുണ്ട്. അവന് നിന്റെ സഹായം ആവശ്യമുണ്ട് എങ്ങനെ പറയാം? ഇതൊരു ഫാക്റ്റ് ആണല്ലേ. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറയാം. ഇങ്ങനെ പറയാം, ഹി, അവൻ, ആവശ്യമുണ്ട്, നീഡ്, ആവശ്യം അല്ലേ, നിന്റെ സഹായം, യു ഹെൽപ്പ്. അപ്പോൾ എങ്ങനെ പറയാം? ഹി നീഡ്സ് യുവർ ഹെൽപ്പ്. അല്ലാതെ ഹി നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. വൈ? ഹി എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. ഇവിടെ നീഡ് ആണല്ലേ, NEED. അതിൻ്റെ കൂടെ നമ്മൾ ES ചേർക്കുമോ അതോ ES ചേർക്കുമോ? ഹി നീഡ്സ് അല്ലേ, അപ്പോൾ ES ആണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഹി നീഡ്സ് യുവർ ഹെൽപ്പ്. അവന് നിന്റെ സഹായം ആവശ്യമാണ്. ഹി നീഡ്സ് യുവർ ഹെൽപ്പ്. ഇനി ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കി നോക്കാം. അവന് നിന്റെ സഹായം ആവശ്യമുണ്ടോ എങ്ങനെ ചോദിക്കാം? ഡസ് ഹി നീഡ് യുവർ ഹെൽപ്പ്? ഡസ് ഹി നീഡ് യുവർ ഹെൽപ്പ്?
ഇവിടെ നമ്മൾ നീഡാണ് ഉപയോഗിച്ചത് അല്ലേ? എന്തുകൊണ്ട്? ഡസ് എന്നുള്ള വേർബിൽ തന്നെ ES ഉണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ നീഡിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ പറയാം? ഡസ് ഹി നീഡ് യുവർ ഹെൽപ്പ്? ഡസ് ഹി നീഡ് യുവർ ഹെൽപ്പ്? അവന് നിന്റെ സഹായം ആവശ്യമുണ്ടോ? വേറൊരു ഉദാഹരണം കൂടി നോക്കാം. അവൾ അവളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. അവൾ അവളുടെ ജോലി നന്നായി ചെയ്യാറുണ്ട്. എങ്ങനെ പറയാം? She does her work very well. She does her work very well. അവൾ അവളുടെ ജോലി നന്നായി ചെയ്യാറുണ്ട്. ഇനി അവൾ അവളുടെ ജോലി നന്നായി ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? Does she do her work very well? Does she do her work very well? അവൾ അവളുടെ ജോലി നന്നായി ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? അതിലിപ്പോൾ 2 ആൻസർ വരും അല്ലേ? ഒന്നെങ്കിൽ യെസ് ഷീ ഡസ് ഹർ വർക്ക് വെരി വെൽ, അല്ലെങ്കിലോ ഇപ്പോൾ ആൻസർ നോ ആണെങ്കിലോ ഷീ ഡസ് നോട്ട് ഡു ഹർ വർക്ക് വെരി വെൽ. അവൾ അവളുടെ ജോലി നന്നായി ചെയ്യില്ല. വേറെ നോക്കാം. അവൻ പുകവലിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡസ് ഹി സ്മോക്ക്? എന്തുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്? എന്തുകൊണ്ട് നമ്മൾ ഡു ഹി സ്മോക്ക് എന്ന് ഉപയോഗിച്ചില്ല? ഹി എന്നുള്ളത് സിംഗുലർ ആണല്ലേ, അപ്പോൾ നമ്മൾ എന്ത് വേണം? ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഡസ്, അല്ലാതെ ഡു ഹി സ്മോക്ക് എന്ന് ചോദിക്കാൻ പാടില്ല. എന്നെങ്ങനെ ചോദിക്കണം? ഡസ് ഹി സ്മോക്ക്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ഒന്നെങ്കിൽ യെസ് യെസ് ഹി സ്മോക്സ്, അല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്നായിരിക്കും ആൻസർ? അവൻ പുകവലിക്കില്ലെങ്കിലോ എങ്ങനെ പറയാം? നോ ഹി ഡസ് നോട്ട് സ്മോക്ക്. ഇല്ല, അവൻ പുകവലിക്കില്ല. ഹി ഡസ് നോട്ട് സ്മോക്ക്. ഇനി അവൻ പുകവലിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം? പുകവലിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡസ് ഹി സ്മോക്ക് അല്ലേ? അങ്ങനെയെങ്കിൽ അവൻ പുകവലിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഡസൻറ്റ് ഹി സ്മോക്ക്? അവൻ പുകവലിക്കാറില്ലേ? ഡസൻറ്റ് ഹി സ്മോക്ക്? ആൻസർ എന്ത് വരും? യെസ് ഹി സ്മോക്സ്. അവൻ പുകവലിക്കാറുണ്ട്. ഇല്ലെങ്കിലോ നോ ഹി ഡസ് നോട്ട് സ്മോക്ക്. അവൻ പുകവലിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡു അതുപോലെ ഡസിൻ്റെ ഉപയോഗം വളരെ വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഡു ഓർ ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ റൂളുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ആഡ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ അല്ലെങ്കിൽ ഐ യു വി അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവിൻ്റെ ഉപയോഗം വളരെ വിശദമായി മനസ്സിലാക്കാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവയുടെ അർത്ഥം എന്താണ്? ഉണ്ട്, എനിക്കുണ്ട്, അവനുണ്ട്, നമ്മൾക്കുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നമുക്ക് നോക്കാം. അവനൊരു കാറുണ്ട്. എങ്ങനെ പറയാം? ഹി ഹാസ് എ കാർ. അല്ലാതെ ഹി ഹാവ് എ കാർ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. വൈ? ഹി എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഹാസ്. അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും ഐ യു വി ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാവ്. ഓക്കെ, വൺ മോർ. ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ. ഹാവ് ഉപയോഗിക്കുന്നതോ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ. അതുപോലെ തന്നെ ഐ യു വി അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവനൊരു കാർ ഉണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് എ കാർ. അവനൊരു കാർ ഉണ്ട്. ഹി ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട് എന്നെങ്ങനെ പറയാം? എളുപ്പമാണല്ലേ? ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. അവർക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയാം? അവർക്കൊരു കാറുണ്ട്. അവർ, ദേ അല്ലേ? ഇപ്പോൾ നമ്മൾ ദേ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ ഹാസ് ആണോ ഉപയോഗിക്കുക? ഹാവ് ആണോ ഉപയോഗിക്കുക? ഹാവ്. വൈ? ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ദേ ഹാവ് എ കാർ. അവർക്കൊരു കാറുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹാസും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴും
ഐ യു. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഹാവ്. നമ്മളിപ്പോൾ ഉദാഹരണം കൊണ്ടു അല്ലേ, അവനൊരു കാറുണ്ട്, ഹി ഹാസ് എ കാർ. അവർക്കൊരു കാറുണ്ട്, ദേ ഹാവ് എ കാർ. ഇനി വേറെ നോക്കാം. അവനൊരു കുട്ടിയുണ്ട്. അവനൊരു കുട്ടിയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് എ കിഡ്. അവനൊരു കുട്ടിയുണ്ട്. എന്നാൽ അവന് കുട്ടിയില്ല, അവന് കുട്ടികളില്ല എന്നെങ്ങനെ പറയാം? അവന് കുട്ടികളില്ല എന്നെങ്ങനെ പറയാം? ഹി ഹാസ് നോ കിഡ്സ്. ഹി ഹാസ് നോ കിഡ്സ്. അവന് കുട്ടികളില്ല. എന്നാൽ അവൾക്ക് ഒരു കുട്ടിയുണ്ട് എന്നെങ്ങനെ പറയാം? ഷീ ഹാസ് എ കിഡ്. അവൾക്കൊരു കുട്ടിയുണ്ട്. ഇനി അവർക്കൊരു കുട്ടിയുണ്ട് എന്നെങ്ങനെ പറയാം? അവർക്കൊരു കുട്ടിയുണ്ട്, ദേ ഹാവ് എ കിഡ്. അവർക്കൊരു കുട്ടിയുണ്ട്. ഇനി ഇന്ന് എനിക്കൊരു എക്സാമിനേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് എൻ എക്സാമിനേഷൻ ടുഡേ. ഐ ഹാവ് എൻ എക്സാമിനേഷൻ ടുഡേ. ഇന്ന് എനിക്കൊരു എക്സാമിനേഷൻ ഉണ്ട്. എന്നാൽ അവന് ഇന്നൊരു എക്സാമിനേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് എൻ എക്സാമിനേഷൻ ടുഡേ. ഹി ഹാസ് എൻ എക്സാമിനേഷൻ ടുഡേ. അവനൊരു എക്സാമിനേഷൻ ഇന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഇന്ന് എക്സാമിനേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? അവർക്ക് ഇന്നൊരു എക്സാമിനേഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാവ് എൻ എക്സാമിനേഷൻ ടുഡേ. ദേ ഹാവ് എൻ എക്സാമിനേഷൻ ടുഡേ. അവർക്കൊരു എക്സാമിനേഷൻ ഉണ്ട്, അവർക്കിന്നൊരു പരീക്ഷയുണ്ട്. വേറെ നോക്കാം. അവൾക്ക് ഭയങ്കര പനിയാണ്. അവൾക്ക് ഭയങ്കര പനിയുണ്ട്. അവൾക്ക് ഭയങ്കര പനിയാണ് എന്നെങ്ങനെ പറയാം? ഷീ ഹാസ് ഫീവർ. ഷീ ഹാസ് എ ഹൈ ഫീവർ. അവൾക്ക് ഭയങ്കര പനിയാണ്. ഇനി നമുക്ക് ഹാസിൻ്റെയും അതുപോലെ ഹാവിൻ്റെയും വേറൊരു ഉപയോഗം നോക്കാം. ഇവിടെ നമ്മൾ സാധാരണ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പം നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാറുണ്ടല്ലേ. നീ അത് ചെയ്തേ പറ്റുള്ളൂ, അവളത് ചെയ്തേ പറ്റുള്ളൂ, അവരത് ചെയ്തേ പറ്റുള്ളൂ, നീ ഇത് നിർബന്ധമായും ചെയ്യണം, നീ ഇത് നിർബന്ധമായും ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ പറയാം? അങ്ങനെ നിർബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാം? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഉദാഹരണം നോക്കാം. എനിക്കിപ്പോൾ തന്നെ പോകണം. ഇങ്ങനെ പറയാം, എനിക്കിപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പോകണം എന്നാണല്ലേ, ഒരു നിർബന്ധമാണ്. ഇങ്ങനെ പറയണം, ഐ ഹാവ് ടു ലീവ് റൈറ്റ് നൗ. എനിക്കിപ്പോൾ തന്നെ പോകണം. ഐ ഹാവ് ടു ലീവ് റൈറ്റ് നൗ. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ തന്നെ പോകണം എന്നെങ്ങനെ പറയാം? നീ ഇപ്പോൾ തന്നെ പോകണം എന്നെങ്ങനെ പറയാം? യു ഹാവ് ടു ലീവ് റൈറ്റ് നൗ. യു ഹാവ് ടു ലീവ് റൈറ്റ് നൗ. നീ ഇപ്പോൾ തന്നെ പോകണം. അവൻ ചെയ്യണം, അവനത് ചെയ്യണം എന്നെങ്ങനെ പറയാം? അവനത് ചെയ്തേ പറ്റൂ എന്നെങ്ങനെ പറയാം? അവനത് ചെയ്യണം എന്നെങ്ങനെ പറയാം? ഹി ഹാസ് ടു ഡു ഇറ്റ് ഓർ ഹി ഹാസ് ടു ഡു ദാറ്റ്. അവനത് ചെയ്യണം. എന്നാൽ അവൾ അത് ചോദിക്കണം എന്നെങ്ങനെ പറയാം? അവളത് ചോദിച്ചേ പറ്റൂ, അവളത് ചോദിച്ചേ പറ്റുള്ളൂ, അതൊരു നിർബന്ധമാണ്. എങ്ങനെ പറയാം? ഷി ഹാസ് ടു ആസ്ക്. ഷി ഹാസ് ടു ആസ്ക്. അവളത് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല. ഏതാണത്? എപ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്? വിത്ത് സിംഗുലർ സബ്ജക്ട്സ് അല്ലേ. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്സ്? ഹി, ഷീ, ഇറ്റ്, ഡോക്ടർ, നഴ്സ്, രാജു, രാധ. ഇവയൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണ്. ഇതിലെല്ലാം ഒരാൾ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കുന്നത്? പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ, യു, വി, ദേ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്. ഇവയൊക്കെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കണം? ഹാവും. സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഹാസുമാണ് ഉപയോഗിക്കേണ്ടത്. വേറൊരു ഉദാഹരണം നോക്കാം. നീ ഇപ്പോൾ പോകണം അല്ലേ, ഇതിപ്പോൾ ഒരു നിർബന്ധമാണ്. നീ ഇപ്പോൾ പോകണം എന്നെങ്ങനെ പറയാം? യു ഹാവ് ടു ഗോ നൗ. നീ ഇപ്പോൾ ഇവിടുന്ന് പോകണം. യു ഹാവ് ടു ഗോ നൗ. നീ ഇപ്പോൾ പോകണം. യു ഹാവ് ടു ഗോ നൗ. അങ്ങനെയെങ്കിൽ അവൻ ഇപ്പോൾ പോകണം എന്നെങ്ങനെ പറയാം? ഹി ഹാസ് ടു ഗോ നൗ. അവൻ ഇപ്പോൾ പോകണം. ഹി ഹാസ് ടു ഗോ നൗ. അങ്ങനെയെങ്കിൽ അവൾ ഇപ്പോൾ പോകണം എന്നെങ്ങനെ പറയാം? ഷി ഹാസ് ടു ഗോ നൗ. അവൾ ഇപ്പോൾ പോകണം. ഷി ഹാസ് ടു ഗോ നൗ. അങ്ങനെയെങ്കിൽ അവർ ഇപ്പോൾ തന്നെ പോകണം എന്നെങ്ങനെ പറയാം? അവർ ഇപ്പോൾ പോകണം എന്നെങ്ങനെ പറയാം? ദേ ഹാവ് ടു ഗോ നൗ. അവർ ഇപ്പോൾ തന്നെ പോകണം. അവർ ഇപ്പോൾ പോയേ പറ്റൂ. ദേ ഹാവ് ടു ഗോ നൗ.
ഇനി നമുക്ക് ഹാസിൻ്റെയും ഹാവിൻ്റെയും വേറൊരു ഉപയോഗം പഠിക്കാം. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ പാസ്റ്റ് ആക്ഷൻസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഓർ കണ്ടിന്യൂ ഇൻ ടു ദ പ്രസന്റ്. അതായത് കഴിഞ്ഞു പോയൊരു ആക്ഷൻ പ്രസന്റിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രസന്റിലുള്ള ഒരു ആക്ഷനുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലോ നമ്മൾ എന്തുപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും അല്ലേ. അതിൻ്റെ ഫോമാറ്റ് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അതാണ് ഫോമാറ്റ്. കൂടാതെ നമ്മൾ ഇങ്ങനെ പറയാനുണ്ട്, അവൻ പോയിട്ടുണ്ട്, അവൻ കണ്ടിട്ടുണ്ട്, അവൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫോമാറ്റ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമുക്ക് V3 അറിയാം അല്ലേ. ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ, ഡു, ഡിഡ്, ഡൺ ഇവയൊക്കെയാണ്. അപ്പോൾ ഇതിൽ V3s ഏതൊക്കെയാണ്? ഗോൺ, റിട്ടൺ, ഡൺ. അപ്പോൾ നമ്മൾ ഇതിൽ V3 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാം. ഐ ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ദാറ്റ്. ഞാനത് കൊടുത്തിട്ടുണ്ടോ എന്നിങ്ങനെ പറയാം. ഐ ഹാവ് ഗിവൺ ഇറ്റ്. ഞാനത് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ ദാറ്റ്. ഞാനത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഞാനത് കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പറയാം. ഐ ഹാവ് നോട്ട് ഗിവൺ ദാറ്റ്. ഐ ഹാവ് നോട്ട് ഗിവൺ ദാറ്റ്. ഞാനത് കൊടുത്തിട്ടില്ല. ഞാനിത് കൊടുത്തിട്ടില്ല. ഐ ഹാവ് നോട്ട് ഗിവൺ ഇറ്റ്. ഐ ഹാവ് നോട്ട് ഗിവൺ ഇറ്റ്. ഞാനിത് കൊടുത്തിട്ടില്ല. നീ കൊടുത്തിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹാവ് യു ഗിവൺ ദാറ്റ്? ഹാവ് യു ഗിവൺ ഇറ്റ്? അതെ, നീ കൊടുത്തിട്ടുണ്ടോ? ഹാവ് യു ഗിവൺ ഇറ്റ്. നമുക്കറിയാം അല്ലേ, ഹാവ് അല്ലെങ്കിൽ ഹാസിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? V3. ഹാവ് യു ഗിവൺ ഇറ്റ്. ഹാവ് യു ഗിവൺ ഇറ്റ്. വേറെ നോക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹിം. ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് ഹിം ഓൾറെഡി അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹിം. ഹാവ് പ്ലസ് V3 അല്ലേ. ഹാവ് ടോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹിം. ഞാൻ അവനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവൾ മുൻപ് താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഷി ഹാസ് സീൻ താജ്മഹൽ ബിഫോർ. ഷി ഹാസ് സീൻ താജ്മഹൽ ബിഫോർ. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഹാസ് പ്ലസ് V3 ആണ്. ഹാസ് സീൻ അല്ലേ. സീ, സോ, സീൻ. ഷി ഹാസ് സീൻ താജ്മഹൽ ബിഫോർ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ചോദ്യം എന്താണ്? ഷി ഹാസ് സീൻ താജ്മഹൽ ബിഫോർ. അവൾ താജ്മഹൽ മുൻപ് കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവൾ താജ്മഹൽ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹാസ് ഷി സീൻ താജ്മഹൽ ബിഫോർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹാസ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ എഴുതി. അപ്പോൾ നമുക്ക് ചോദ്യം കിട്ടിയല്ലേ. എങ്ങനെ പറയാം? ഹാസ് ഷി സീൻ താജ്മഹൽ ബിഫോർ. അവൾ താജ്മഹൽ മുൻപ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? യെസ്, ഷി ഹാസ് സീൻ താജ്മഹൽ ബിഫോർ. കണ്ടിട്ടില്ലെങ്കിലോ എങ്ങനെയായിരിക്കും ആൻസർ വരിക? നോ, ഷി ഹാസ് നോട്ട് സീൻ താജ്മഹൽ ബിഫോർ. നോ, ഷി ഹാസൻറ്റ് സീൻ താജ്മഹൽ ബിഫോർ. അവർ ഓൾറെഡി പുറപ്പെട്ടു അല്ലേ. അവർ ഓൾറെഡി പോയി കഴിഞ്ഞു, പുറപ്പെട്ടു, പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാസ് ലെഫ്റ്റ് ഓൾറെഡി. കറക്റ്റ് ആണോ? അല്ല. വൈ? ദേ എന്നുള്ളത് പ്ലൂറൽ ആണ് അല്ലേ. അപ്പം നമ്മൾ ദേൻ്റെ കൂടെ ഏതേ വരാൻ പാടുള്ളൂ? ഹാവ് ആണ് വരാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ പറയണം? ദേ ഹാവ് ലെഫ്റ്റ് ഓൾറെഡി. ദേ ഹാവ് ഓൾറെഡി ലെഫ്റ്റ്. ദേ ഹാവ് ഓൾറെഡി ലെഫ്റ്റ് ഓർ ദേ ഹാവ് ലെഫ്റ്റ് ഓൾറെഡി. വേറെ നോക്കാം. അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് ഡൺ ദ ഹോംവർക്ക്. ഷി ഹാസ് ഡൺ ദ ഹോംവർക്ക്. അല്ലാതെ എങ്ങനെ പറയാൻ പാടില്ല? ഷി ഹാവ് ഡൺ ദ ഹോംവർക്ക് എന്ന് പറയാൻ പാടില്ല. വൈ? ഷി എന്നുള്ള സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഏതേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഹാസ്. അപ്പോൾ എങ്ങനെ പറയണം? അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഷി ഹാസ് ഡൺ ദ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, ഹാസ് ഹാവിന് ശേഷം V3 ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ പറയണം? ഷി ഹാസ് ഡൺ ദ ഹോംവർക്ക്. ഷി ഹാസ് ഡൺ ദ ഹോംവർക്ക് ഓൾറെഡി. അങ്ങനെയെങ്കിൽ അവൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയാം? ഷി ഹാസ് നോട്ട് ഡൺ ദ ഹോംവർക്ക്. ഷി ഹാസ് നോട്ട് ഡൺ ദ ഹോംവർക്ക് ഓർ ഷി ഹാസൻറ്റ് ഡൺ ദ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹാസ് ഷീ ഡൺ ദ ഹോംവർക്ക്. അല്ലാതെ നമ്മൾ ഹാവ് ഷീ ഡൺ ദ ഹോംവർക്ക് എന്ന് ചോദിക്കാൻ പാടുണ്ടോ? നോ, ഇറ്റ്സ് റോങ്. വൈ?
ഷീ എന്നുള്ള സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഹാസ്. അപ്പോൾ എങ്ങനെ പറയണം? ഷീ ഹാസ് ഡൺ ദ ഹോംവർക്ക് എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദ്യമാക്കാം? ഹാസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതും അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഹാസ് ഷീ ഡൺ ദ ഹോംവർക്ക്. അവൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? വേറെ നോക്കാം. അവർ സിനിമ കണ്ടിട്ടുണ്ട്. അവർ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? അവർ ആ സിനിമ കണ്ടിട്ടുണ്ട്. They have watched that movie. They have watched that movie. അല്ലാതെ നമ്മൾ എന്ത് പറയാൻ പാടില്ല? They has watched that movie എന്ന് പറയാൻ പാടില്ല. Why? has ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? they എന്നുള്ളത് പ്ലൂറൽ ആണ്. അപ്പം നമ്മൾ theyൻ്റെ കൂടെ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? have. അപ്പം എങ്ങനെ പറയണം? They have watched that movie. ഇതിന് നെഗറ്റീവ് എന്തായിരിക്കും? അവർ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ അവർ കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയാം? They have not watched that movie. They have not watched that movie. അവർ ആ സിനിമ കണ്ടിട്ടില്ല. അല്ലെങ്കിലോ they haven't watched that movie. അവർ ആ സിനിമ കണ്ടിട്ടില്ല. വേറെ നോക്കാം. ഞാനത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഞാനത് ഇതിനു മുമ്പേ, ഞാൻ ഇതിനകം തന്നെ അത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? I have done it already. I have done it already. വേറെ ഒന്ന്. അവർ ഇതിനകം അത് ചെയ്തു എന്നെങ്ങനെ പറയാം? അവർ ഇതിനകം അത് ചെയ്തിട്ടുണ്ട്, ചെയ്തു കഴിഞ്ഞു എന്നെങ്ങനെ പറയാം? അവർ ഇതിനകം അത് ചെയ്തിട്ടുണ്ട്. They have done it already. They have done it already. അവർ ഇതിനകം അത് ചെയ്തിട്ടുണ്ട്. വേറൊരു ഉദാഹരണം നോക്കാം. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. The train has already reached the railway station. The train has already reached the railway station. അല്ലാണ്ട് the train have already reached the railway station എന്ന് പറയാൻ പാടുണ്ടോ? The train have already reached the railway station എന്ന് പറയാൻ പാടുണ്ടോ? No. Why? The train എന്നുള്ളത് ഒന്നേ ഉള്ളൂ അല്ലേ? അതിലൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? has. എന്തുകൊണ്ട്? The train എന്നുള്ളത് സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? has. അല്ലാതെ have ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയണം? The train has already reached the railway station. ഇനി ഇതിന് ചോദ്യം ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെയാണ്? ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ? ഓൾറെഡി എത്തിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹാസ് ദ ട്രെയിൻ ഓൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഹാസ് എടുത്തിട്ട് ആദ്യം എഴുതി അല്ലേ? അങ്ങനെയുള്ളൂ. ഹാസ് എടുത്തിട്ട് ആദ്യം എഴുതി. അപ്പോൾ എങ്ങനെ കിട്ടും? ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? ഹാസ് ദ ട്രെയിൻ റീച്ച്ഡ്. ഹാസ് ദ ട്രെയിൻ ഓൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഹാസ് ദ ട്രെയിൻ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. വേറെ നോക്കാം. മഴ നിന്നിട്ടുണ്ട് അല്ലേ? മഴ നിന്നു. മഴ നിന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെങ്ങനെ പറയാം? The rain has stopped. The rain has stopped. മഴ നിന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മഴ നിന്നിട്ടില്ല എന്നെങ്ങനെ പറയാം? The rain has not stopped. The rain has not stopped. അല്ലെ, മഴ ഇപ്പോഴും പെയ്യുകയാണ്. മഴ നിന്നിട്ടില്ല എന്നെങ്ങനെ പറയാം? The rain has not stopped. അങ്ങനെയെങ്കിൽ മഴ നിന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? Has the rain stopped? Has the rain stopped? മഴ നിന്നോ? മഴ നിന്നിട്ടുണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഉപയോഗങ്ങൾ, 3 തരത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഉപയോഗങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈസ്, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ് ഇവയുടെ ഉപയോഗങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കി. So we can see again within another video. Thank you.